ഹലോ ഗൈസ്, ഒരു വെറൈറ്റി ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നേരെ മുന്നിൽ ക്യാമറയിൽ കാണുന്നുണ്ടാവും. ഇതൊരു പിലാവിൻ തെയ്യാണ്. പിലാവിൻ്റെ തെയ്യ് ഒരു ഭാഗത്ത് എന്തോ കേട് പറ്റിക്കാണ്ട് ഒരു ഭാഗം ചീച്ചിൽ വന്നു. അങ്ങനെ ആ മരം ഒരു സൈഡ് ഇപ്പോൾ ഫുള്ള് ഉണങ്ങിക്കണം, ഉണക്കം വന്നേക്കണം. ആ ഒരു പിലാ തെയ്യുള്ള നമ്മളെ തൊടുവിൽ, നമ്മുടെ പുരയിടത്ത് ആ ഒരു പിലാ തെയ്യുള്ള ഒരു പിലാവ് ഉണ്ടായിരുന്നു, വെട്ടിപ്പോയി. അപ്പോൾ ഞാനാണ് മുഹമ്മദ് സ്വാഗതമാട്. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുക. ഇതാണ് പരിപാടി. ഈ ഇത്രയും ഭാഗം ഏകദേശം ഒരു 3/4 മീറ്ററോളം, 1 മീറ്ററോളം ഉണങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊലി വരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടതൊരു നല്ലൊരു ആശേരിൻ്റെ ഉള്ളിയാണ്. ഒരു ഉള്ളി വേണം. എന്നിട്ട് അതിൻ്റെ ഇറച്ചിമൊക്കെ പറ്റാത്ത കോലത്തിൽ അതുകൊണ്ട് ഉണക്കാണ്ട് എടുക്കുക. ഈ ഉണക്കലുണ്ട് എടുത്തിട്ട് ഉണക്കൽ ഫുള്ളുള്ളിടത്തോളം എടുക്കണം. എന്നാൽ ഈ തൊലി ഇങ്ങോട്ട് നേരെ കയറി വരും. എന്നിട്ട് ഇവിടെ ചകിരി വെച്ചിട്ട് അങ്ങോട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ തോല് പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. ഇതിപ്പോൾ തോലിന് ഇങ്ങോട്ട് കവർ ചെയ്യാൻ കഴിയണില്ല, ഈ ഉണക്കൽ ഇവിടെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഉണങ്ങിയതാണ്. ആ ഉണക്കലവിടെ നിന്ന് കഴിഞ്ഞാൽ മരത്തിന് ഭാവിയിൽ കേടുപറ്റും. ഇതിങ്ങോട്ട് കവർ ചെയ്താൽ ഉണക്ക ഫുള്ള് ഇങ്ങോട്ട് എടുത്ത് കുറേച്ചെടുക്കാൻ പാടുള്ളൂ, 1-2 കെട്ടായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇതാരും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഇത് നമ്മളെ പാപ്പാരൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടേ, വല്ലിപ്പാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു നമുക്കൊരു വല്ലിപ്പ ഉണ്ടായിരുന്നു. വല്ലിപ്പ കുറച്ചൊരു ടെക്നിക്കുള്ള ആളാണ്. അപ്പോൾ അയാളെ പാപ്പാൻ്റെ ഇങ്ങനെ ഒരു നിർദ്ദേശം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. വിജയിച്ചാൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെ തുരന്നെടുക്കണം. തുരന്നെടുത്തിട്ട് ഉണങ്ങിയതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോരണം. എൻ്റെ ഇടയിൽ ഞാൻ തൽക്കാലം ഒന്നും ഇവിടെ വീഡിയോ വലുതാവാൻ പാടില്ലല്ലോ, ഒന്ന് സ്റ്റക്കാക്കുന്നുണ്ട്. ഹലോ, അപ്പോൾ ചങ്ങന്മാരെ 1 ഇഞ്ചിലേറെ കനം വേണ്ടേ? ഇത്രയും ഭാഗം 1 ഇഞ്ചോളം, 1 ഇഞ്ചിലേറെ കണ്ടിട്ട് കനം മരം ഉണങ്ങി കിടക്കുക. അപ്പോൾ കുറേ തുരന്നു പൊളിച്ചെടുത്ത് ഈ മഞ്ഞ നിറം കാണുന്ന ഭാഗം പുതിയ ഇപ്പോൾ ഉണങ്ങാത്ത ഭാഗമാണ്. അപ്പോൾ ഈ ഉണക്കലിനെ നമ്മൾ തുരന്ന് കൊടുക്കണം. ഈ ഉണങ്ങിയത് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സാവധാനത്തിന് പുള്ളിക്കാരനെ നന്നാക്കി എടുക്കുക. നല്ലൊരു വരിക്കപ്പിലാവിൻ്റെ തെയ്യ. വീഡിയോ വല്ലാതെ മനുഷ്യന്മാർക്ക് രോഗം വന്നാൽ വല്ല ക്യാൻസറോ അല്ലെങ്കിൽ മുറിയോ ഏതെങ്കിലും ഭാഗം പൊയ്ക്കുക ഉണങ്ങുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വേഗം ഡോക്ടർമാരുടെ അടുത്ത് പോയി ഡോക്ടർ പറയുകയാണെങ്കിൽ ഡോക്ടറെ നിർദ്ദേശം അത് അവിടെ മുറിച്ച് ഒഴിവാക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ ചെയ്യും. പക്ഷെ ഒരു മരത്തെ സംരക്ഷിക്കാൻ നമ്മളാരും നോക്കലില്ല. ഇതിപ്പോൾ നമ്മളെ തൊടുവിൽ വലിയ അതിർപ്പത്തിൽ ഒരു പിലാത്തി വെച്ചതാണ്. ഇതെന്താ ഇവിടെ സംഭവിച്ചിരിക്കണം, എന്തോ ഉണങ്ങിപ്പോയി. ചിലപ്പോൾ വെയിലിൻ്റെ പടിഞ്ഞാട്ടിൽ നിന്നുള്ള വെയിലിൻ്റെ ഇതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളത്. ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനെ പിലാത്തി എന്നുവെച്ചാൽ നല്ല ഐറ്റ് വന്നേക്കണ എന്താണ് ചക്ക ആവാനായി തുടങ്ങിയതാണ്. പക്ഷെ അപ്പോൾ ഇതിനൂടെ ഉണങ്ങിപ്പോയി. അപ്പോൾ അതിനെ
എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ള. അപ്പോൾ അതിൻ്റെ ആ രോഗം നമ്മളെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഇട. അപ്പം ഇനി അടുത്തത് ഇനി നമ്മൾ ചകിരി അത് പൊതിയുമ്പോൾ പാക്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടങ്ങാൻ പറ്റും. കൂടുതലായാലും നിങ്ങൾ നമ്മളെ അവൻ്റെ ചെങ്ങന്മാരെ നോക്കിക്കാളി കാണിച്ചു തരാം എത്രത്തോളം ആഴത്തിലാണ് ആ മരം ഉണങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്ക് കാണാം. വേണ്ട ഇത്രയും ആഴത്തിൽ വലിയ ആഴമായിട്ട് മരം ഉണങ്ങിയതാ. അപ്പോൾ മരം ഉണങ്ങി നമ്മൾ എന്ത് ചെയ്യണം, ഇതേമാതിരി ഇത് സാവധാനത്തിലേ ആയി കിട്ടുള്ളൂ. ഫുള്ള് ഉണങ്ങി എത്രയും വിറക് പായിന്ന് പോകുന്നതാ. ഇവിടെ വിറക് ക്യാമറ കൊണ്ട് പോയാൽ എന്തൊക്കെയാണ് ഈ വിറകുകളൊക്കെ അതിമൊന്ന് പൊളിച്ചെടുത്താണ്. കണ്ടില്ല, ഇനി എടുക്കാണ്ട്, ഇനി ഈ മേൽഭാഗം കുറേ എടുക്കാണ്ട്. അപ്പോൾ മേൽഭാഗം കൂടി എടുത്താൽ ഇനി നമ്മളാണ്ട് അതിൻ്റെ മരുന്നൊക്കെ തേൾക്കാണ്ട്. അതിന് മരുന്ന് നമ്മൾ കൊടുക്കലേ. ഇനിയിപ്പോൾ ഇത് വീഡിയോ വലുതാവും വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ എടുക്കാത്തത്. ഇത് നമ്മളെ എന്താ പറയുക, മുറിയൂട്ടി മരുന്നാണ്. മുറിയൂട്ടിൻ്റെ മരുന്ന് മനുഷ്യർക്ക് മാത്രമല്ല എന്നുള്ളത് ഒരുപാട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളെ അറിയിക്കുന്നത്. നമ്മൾ ഈ ബെഡൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒട്ട് ചെയ്യുന്ന സമയത്ത് മാവിൻ്റെ ശീലങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് മുറൂൺ ചെയ്യുന്ന സമയത്ത് ചിലവരും പറയും ബോഡോ മിശ്രിതം തേച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഇതിന് ബോഡോ മിശ്രിതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നല്ല കൈക്കട്ട് തിരുമ്പുക, എന്നിട്ട് ഇതിൻ്റെ ആ പാലെടുത്തിട്ട് നല്ല മണ്ണിൽ മിക്സ് ചെയ്തിട്ട് കുഴച്ച് തേച്ച് കൊടുക്കുക. ഇത് ലേശമാണെങ്കിൽ അടിയിൽ വെച്ച് കെട്ടി കൊടുക്കുക. മനുഷ്യനെ എന്തെല്ലാം ഇത് ചെയ്യുന്ന വെച്ചാൽ അതേമാതിരി തന്നെ ഇതും മരത്തിനും അത് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് നല്ലൊരു മരുന്നാണ് മുറിയൂട്ടി മരുന്ന്. അപ്പോൾ മുറിയൂട്ടി മരുന്ന് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, നേരെ പറിച്ചെടുത്തിട്ട് നല്ല അരച്ചിട്ടൊന്നാണ് തേച്ച് കൊടുക്കും. അപ്പോൾ ആ തേച്ച് കൊടുക്കലോടുകൂടി അതിൻ്റെ മുറി ആയോളം ചില ഭാഗത്തൊക്കെ ചെറുങ്ങനൊന്നും മുറി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്നാണ്ട് ഉണങ്ങാനും പെട്ടെന്ന് അവിടെ തൊലി കൂടുതലും വരാനും പറ്റും. ഇതിൽ ഇതിലിങ്ങനെ തേച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ ലേശിച്ച് കറ ഇതായിട്ടുണ്ട്, ഉള്ളി എത്തിയിട്ട്. ഇതിൽ പുള്ളിൻ്റെ എടുത്തതിന് ശേഷം അവിടെ തേച്ച് കൊടുത്തുകൊണ്ട് നല്ല ചകിരിയാണ് വെച്ച് കെട്ടി കൊടുത്താൽ ഈ തൊലി നേരെ ഇങ്ങോട്ട് ഇങ്ങനെ മാറി വരും. പിന്നെ ലാസ്റ്റ് ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ ഗ്യാപ്പായിട്ടാണ് കെട്ടുന്നത്. ഏകദേശം 2-2.5 ഇഞ്ചോളം വീതിയിലാണ്, 1 മീറ്ററോളം ഹൈറ്റിൽ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, 1 ഇഞ്ചിലേറെ കണ്ടിട്ട് കനം നമ്മളെ മരം പോയി. അപ്പോൾ അത് നമുക്ക് ഇനി ഇതിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ ഇപ്പം നമ്മളെ പള്ളിയിൽ പോകുന്ന സമയമായി തുടങ്ങി. അപ്പോൾ അവിടെ ചുറ്റി അതിൻ്റെ പെയ്യാണ്. അപ്പോൾ ആളുകൾ കാണുന്നവരെല്ലാവരും ഇത് നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വിജയിപ്പിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഓപ്പൺ ചെയ്ത് മറ്റുള്ള വീഡിയോകൾ ഇതുപോലെയൊക്കെ നല്ല വീഡിയോകൾ കാണുമ്പോൾ ഇതൊന്നും ഇപ്പോൾ ആരും പ്രത്യേകിച്ച് നമുക്ക് ഒരു 5, 6, 7, 8, 10 സെൻറ്റ് സ്ഥലത്തൊക്കെ 10 സെൻറ്റ് സ്ഥലത്തൊക്കെ ഒരു പിലാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിലാവൊക്കെ തന്നെ നിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് പിലാത്തിക്കിനെ കളയാൻ പറ്റും. നല്ലൊരു പിലാവ് ഉണ്ടായിരുന്നു, അത് നല്ല വരിക്കച്ചക്കാണ്. അതിൻ്റെ ഇത് തന്നെയാണ് ഇതും വരിക്കപ്പിലാവ് തന്നെയാണ്. നോക്കുക. അപ്പോൾ ഇതിനി മരുന്ന് കെട്ടി കൊടുക്കണം. ചകിരി കെട്ടിക്കൊടുത്ത് ചകിരി തുപ്പിച്ച് മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്താൽ മെല്ലെ ഒരു 2-3 മാസം കൊണ്ട് കെട്ടിക്കൊടുത്താലേ 2-3 മാസം കൊണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വഴുകും. അല്ലെങ്കിൽ ഇങ്ങനെ സാവധാനത്തിൽ അതുകൊണ്ട് കവർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നല്ലത് വരട്ടെ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.